ദിവസം രാവിലെ 11:50. പവർ ടീം ഹോട്ടലിൽ നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയും ജീവനക്കാരുടെയും ജോലികൾ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. എനിക്ക് മാറ്റണം തോന്നുന്നില്ല. ഇല്ല, എനിക്കുമില്ല. ഓക്കെ, മാറ്റുന്നില്ല. ബിഗ് ബോസ് ജോലികൾ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നിർബന്ധമായും മാറ്റേണ്ടതാണ്. ഓക്കെ, അവിടെ പോയി ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഹൗസ് കീപ്പിംഗ് ചെയ്തവരെ നമ്മൾ എന്റർടൈൻമെന്റിലേക്ക് ഇടുന്നു. റൂം സർവീസ്, കിച്ചൺ ചെയ്തവരെ നമ്മൾ എടുത്തിട്ട് ഹൗസ് കീപ്പിംഗിലേക്ക് ഇടുന്നു. പിന്നെ ഉള്ള ടീം ഇതായിരുന്നു കിച്ചണിലേക്ക്. എന്റർടൈൻമെന്റിൽ ഇപ്പൊ ഒരു 3 പേരേ ഉള്ളൂ. അതായത് സിജോ, ജാസ്മിൻ, ശ്രീരേഖ ചേച്ചി. പാട്ടും ഡാൻസും സിജോ, റോബോട്ട് ജാസ്മിൻ, ശ്രീരേഖ ചേച്ചി മസാജ് തെറാപ്പി. ജിൻഡോ, അർജുൻ, ശ്രീതു സെക്യൂരിറ്റി, അർജുനും ഹൗസ് കീപ്പിംഗ്. പിന്നെ ഉള്ളത് ടീം ടണല്. അവര് ഇതിലേക്ക് പോകും, കിച്ചണിലേക്ക് പോകും. നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ടീം നെസ്റ്റിനെ ഞങ്ങള് എന്റർടൈൻമെന്റിലേക്ക് മാറ്റുകയാണ്. അപ്പൊ 3 പേരൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓക്കെ. സിജോ പാട്ട് തെറാപ്പി, ഡാൻസ്. എനിക്ക് 2 ദിവസം മെഡിക്കൽ ടീം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആണോ? സംസാരം വളരെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. വളരെ എനിക്ക് മെഡിക്കൽ റൂമിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 days ഷിഫ്റ്റ് ചെയ്യണോ? പാട്ടും ഡാൻസ് തെറാപ്പിയും ശ്രീരേഖ ചേച്ചി, മസാജ് തെറാപ്പി, എന്റർടൈൻമെന്റ്, ബാക്കി എല്ലാ കാര്യങ്ങളും റോബോട്ട് ജാസ്മിൻ. ഇനി കിച്ചണിൽ വരുന്നത് നിങ്ങളാണ്. ടീം ടണല. കിച്ചണിലേക്ക്. അതിൽ മെയിൻ ഷെഫ് ശരണ്യ, റൂം സർവീസ് നന്ദന, നിങ്ങൾ 2 പേരും ഓക്കെ. താങ്ക് യു. ഇനി അടുത്തത് ടീം ഹൗസ് കീപ്പിംഗ് ആൻഡ് സെക്യൂരിറ്റി ശ്രീതു ആണ്. ഹൗസ് കീപ്പിംഗ് ജിൻഡോയും അർജുൻ. താങ്ക് യു. ഉച്ചയ്ക്ക് 1 മണി. ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ ഹൗസ് കീപ്പിംഗുകാര് എങ്ങനെ വൃത്തി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണ്. ബാത്റൂമിനകത്ത് ഞാൻ കുറെ ടിഷ്യൂ പേപ്പർ വലിച്ച് തറയിലിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെള്ളം പമ്പ് ചെയ്തിട്ടുണ്ട്. വൃത്തികേടാക്കിയ ടോയ്ലറ്റ് പേപ്പർ അല്ല, ടോയ്ലറ്റ് പേപ്പറും ടിഷ്യൂ പേപ്പേഴ്സും അല്ല, ഫ്രഷാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മോശം അവസ്ഥയിൽ കിടക്കുന്നതായിട്ട് തോന്നുന്നു. ഒരു ടാസ്കിന് വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. അവർ ക്ലീൻ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു നോക്കാം. ഉച്ചയ്ക്ക് 1:05. വേറൊരു കംപ്ലൈന്റ് ഉണ്ട് വാഷ്റൂമിന്റെ കാര്യം. വാഷ്റൂം ഡോഗ്സ് കുറെ വെച്ചതുകൊണ്ട് ഒരു സ്മെല്ല്, ഭയങ്കര സ്മെല്ലുണ്ട്. അപ്പൊ ഞാൻ എയർ ഫ്രഷ്നർ ഒഴിച്ചു. ഇതുണ്ടോ? ഞാനിത് HR-നടുത്ത് പറയാൻ വേണ്ടി ഇരുന്നതാണ്. ഇതിനകത്ത് മുഴുവൻ ഇത്രയും മെസ്സി ആയിട്ട് കിടക്കുകയാണ്. ഇത് കരുതി കൂട്ടിയാക്കി വെച്ച പോലെ ഇരിക്കണം. അല്ല, ഇത് എന്താണെന്നറിയാമോ? ഇത് അതാത് സമയത്ത് ഇൻസ്പെക്ഷൻ നടത്തുക. ഹൗസ് കീപ്പിംഗ് ടീം ആക്ച്വലി ഓണർ ഒന്നും എന്തിനാ നോക്കുന്ന? ഹൗസ് കീപ്പിംഗ് ടീമിന്റെ ജോലിയാണ് അതാത് സമയത്ത് ഒന്ന് ക്ലീൻ ആണോ ബാക്കി ടോയ്ലറ്റും കൂടെ ഒന്ന് ചെക്ക് അവര് എവറി അവർ വന്ന് ചെക്ക് ചെയ്യാൻ പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു ഗസ്റ്റ് ബെഡ്റൂം ബാത്റൂം ഡ്രൈ ആയിരിക്കണം, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അന്ത രാവിലെ രാവിലെയും വൈകുന്നേരം ക്ലീൻ ചെയ്യണം. പക്ഷെ ഇതാരോ ചെയ്ത് അറിയില്ല. ഒരുപാട് പേര് കൈകാര്യം ചെയ്യുന്ന ഏരിയ അല്ലേ, അതിനൊരു സ്റ്റാൻഡേർഡ് നിങ്ങൾ ഫിക്സ് ചെയ്യണം. ഓക്കെ സാർ. ഇതാരുടെ ഇങ്ങനെ ആക്കിയത്? ഇത് മനഃപൂർവ്വമാണല്ലോ. ഹൗസ് കീപ്പിംഗ് ചെയ്യാം. നമ്മൾ ഇന്ന് ഡ്യൂട്ടി എടുത്തേ ഉള്ളൂ. നമ്മൾ ഉറപ്പായിട്ടും ചെയ്യിക്കാം. ഹൗസ് കീപ്പിങ്ങിനുള്ള ഐഡിയ ഉണ്ട്. ഇത് ആരും ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി. എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. അത് എനിക്ക് ഐഡിയ ഉണ്ട്. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, എനിക്ക് മനസ്സിലായി. വേറെ കാര്യം, ഞങ്ങളെ അടുക്കളയിലേക്ക് അനാവശ്യമായിട്ട് റോബോട്ട് പലതവണ കടന്നു വരുന്നുണ്ട്. അനാവശ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അനാവശ്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെർമിഷൻ ഇല്ലാതെ കിച്ചണിലേക്ക് ആരും കയറാൻ പറ്റും. ഓക്കെ, ഞാൻ റോബോന്നല്ല, എല്ലാരും.
ഉച്ചയ്ക്ക് 2:50. സോറി റോബോട്ട്. സോറി റോബോട്ട്. റോബോട്ടാണോ അല്ല എങ്ങനെയാണ്? അല്ല ജാസ്മിൻ. മാറ്റി വെച്ച് പിന്നെ തരട്ടെ റോബോട്ട്. ഇപ്പൊ ഒരെണ്ണം എടുത്തോട്ടെ പ്ലീസ്. എനിക്ക് വിശക്കൊന്ന് ഉറക്കം വരുന്നുണ്ടോ? ഒന്ന് മാത്രം മതി. അത്രേ ഉള്ളൂ. ഇനി ഒരു പഴം എടുത്തിട്ടില്ല. അല്ല കഴിഞ്ഞു. ഇനി ഒന്നും എടുക്കണ്ട പ്ലീസ്. എന്റെ ജോലി പോകും റോബോ. റോബോട്ട് എന്റെ ജോലി പോവും. നിങ്ങൾക്ക് വേണ്ടേ? ആ തരണം തീർച്ചയായിട്ടും. മക്കൾക്ക് വേണ്ടേ? താങ്ക് യു റോബോ. ചവച്ചോണ്ട് പോവാതിരി. അല്ല ഞാൻ ചവ നിറച്ചിട്ടാണ്. വൈകിട്ട് 3 മണി. മാറ്റിത്തരാം സാർ. ഇതിലോട്ട് മാറ്റിയാൽ മതിയോ? ഓക്കെ ഞാൻ മാറ്റിത്തരാം സാർ. ചമ്പിക്കോ. സ്പെഷ്യൽ ഉണ്ടെന്ന് അതാണ് കേട്ടത് സാർ. എന്താണ്? ക്യാരറ്റ് ഗ്രേവിയാണോ? ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കിയതാണ്. ക്യാരറ്റിന്റെ എന്താ? അങ്ങോട്ട് ഞാൻ മാഡത്തിനെ വിളിച്ചിട്ട് വരാം. അപ്സര മാഡം ഷെഫ് വരാൻ പറയൂ. എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതെന്താ ഇത്? ഒരു സ്വീറ്റ് ആണ് സാർ. സാറിനോട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഗാജർ ഹൽവ. കജൂർ ഹൽവ. എങ്ങനെ എന്തൊക്കെയുണ്ട് അതിനകത്ത്? അതിനകത്ത് ക്യാരറ്റ്, മിൽക്ക്, ഷുഗർ, ഏലക്ക, നെയ്, പിന്നെ കാജു ഇടാറുണ്ട്. പക്ഷെ ഇവിടെ കാജു ഇല്ല. ഇപ്പൊ ഇട്ടിട്ടില്ല സാർ. ഷെഫ് ആരായിരുന്നു? മെയിൻ ഷെഫ് മാമാ. ഞാൻ അസിസ്റ്റന്റാ. കഴിഞ്ഞിട്ട് താങ്ക് യു സാർ. ചോറിന്റെ വേവൊന്നും എനിക്ക്. യെസ് സാർ. സർ വേവ് കുറച്ച് കട്ടിയുണ്ട്. ഇതിൽ മുന്നേ ഉണ്ടായിരുന്ന ഷെഫുകൾ കുക്കറി വെച്ചിട്ടുണ്ട്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സർ നമ്മൾ നോക്കില്ല? ചെക്ക് ചെയ്തിരുന്നു സർ. പിന്നെ നമ്മൾ ചൂട് ചെയ്തിരുന്നു. പക്ഷെ അതിൽ വിസിലിന്റെ ഒരു നമ്മൾ ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ ഡ്രൈ ആയി വരും. ആ സമയത്ത് ഇല്ല സർ. ഇനി റിപ്പീറ്റ് ചെയ്യില്ല. സോറി. പക്ഷെ മുമ്പ് ഇങ്ങനെ ആയിരുന്നല്ലേ റെസ്റ്റോറന്റിലെ ഫുഡ്? മിക്സി ഉണ്ടോ? ഇല്ല സർ. ഇത് അരച്ച് കഴിക്കാൻ വേണ്ടി. വൈകിട്ട് 3:40. കിച്ചന്റെ ഇപ്പം കൊടും ഡിസാസ്റ്റർ ആയിരുന്നു. ഫുഡല്ലേ? ഫുഡ് ഭയങ്കര ലേറ്റായി. അപ്പൊ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഞങ്ങള് ഓണേഴ്സിന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആണ് ഇതുണ്ടാക്കുന്നത്. അങ്ങനെ അവര് പറഞ്ഞത്. അപ്പൊ ഞാൻ കിച്ചൺ ടീമിനോട് ചോദിച്ചു, ഈ ഗസ്റ്റിന് ഫുഡാണോ മാറ്റർ, ഓണേഴ്സിനുള്ള ഫുഡാണ്? അവരെന്തൊക്കെയോ സ്പെഷ്യൽ ഫുഡുകൾ ആവശ്യപ്പെട്ടു. അപ്പൊ അതുണ്ടാക്കിയ കാരണം അപ്പൊ അത് അവര് മീറ്റിംഗോട് ചോദിക്കും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത്. ഫുഡ് ഭയങ്കര ലേറ്റ് ആയി. സത്യം. കാരണം എന്റെ തല ഇറങ്ങി. റീസൺ ഇതാണെങ്കിൽ അവരുടെ പ്രിഫറൻസ് എന്താണ് എന്നുള്ളത്, അവരെ ഏൽപ്പിച്ച ടാസ്ക് എന്താണ് എന്നുള്ളത് ചോദിക്കും. ഓക്കെ. കഴിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ സാർ. 59-ാം ദിവസം വൈകിട്ട് 4:05. ഭയങ്കര വിശപ്പ് താങ്ങിയിരുന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് കഴിച്ച. അപ്പൊ സത്യം പറഞ്ഞ എനിക്കും ഭയങ്കര ലേറ്റ് ആയിട്ട് നിന്റെ കണ്ണൊക്കെ പുറത്ത് വന്നു. പക്ഷെ അതിന്റെ റീസൺ നിങ്ങൾ പറഞ്ഞത് ഓണേഴ്സിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തോണ്ടാണ്. ഒരു 4 പുൾസയും പിന്നെ ഓൾറെഡി അരിഞ്ഞു വെച്ച സാലഡും അത് കൊടുത്തോണ്ടാണ് എത്ര ലേറ്റ് ആയത്. അങ്ങനെ ജസ്റ്റ് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഞാനാണ് പറഞ്ഞത്. അങ്ങനെ കംപ്ലൈന്റ് ഇല്ലേ? നമുക്ക് കംപ്ലൈന്റ് ആയിരുന്നില്ലേ സാർ? എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡ്യൂട്ടി സ്വിച്ച് ആയി കിട്ടിയത് തന്നെ ലേറ്റ് ആണ്. പിന്നെ ലേറ്റ് ആയിട്ട് കിട്ടി കഴിഞ്ഞ ശേഷം നമ്മള് ഒരു തോരൻ വെച്ചു, ചിക്കൻ ഫ്രൈ വെച്ചു, ചിക്കൻ കറി വെച്ചു, പിന്നെ പരിപ്പ് കറി. കിച്ചൺ ഫുൾ സ്ലാബ് മൊത്തം ഇതായിരുന്നു. ഞങ്ങൾ ഓരോ ക്ലീൻ ചെയ്തു. അതൊരു റീസൺ അല്ല. റീസൺ അല്ല. നമുക്ക് കിട്ടുന്ന
കയറിയ ടൈം ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഉച്ചയ്ക്കാണ് കയറിയത്. ടൈമിൽ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ഇതിനിടയ്ക്ക് അവർക്കും ഫുഡ് വേണം. ഫസ്റ്റത്തെ പ്രിഫറൻസ് ഓണേഴ്സിനാണോ ഗസ്റ്റിനാണോ എന്ന് ചോദിച്ചുള്ള വേറെ അടിയും വന്നിട്ടുണ്ട്. നീ പറഞ്ഞതിന്റെ പ്രശ്നമാണ്. നീ എന്തിനാ എടുത്തിട്ടത്? നമ്മൾ മാക്സിമം നേരത്തെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു. ഇനി അത് ഉണ്ടാവില്ല. ഞങ്ങള് മാക്സിമം നേരത്തെ എല്ലാം പെർഫെക്ഷനോടെ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. 59-ാം ദിവസം വൈകിട്ട് 4:30. ഒരിക്കലും നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഗസ്റ്റ് തന്നെയാണ്. തെറ്റാറിനയുടെ പുറത്താണോ പറഞ്ഞു. ഒരിക്കലും ഓണേഴ്സിന് വേണ്ടിയിട്ട് സമയം കളഞ്ഞിട്ടില്ല. അപ്പൊ അതൊന്ന് പറയണം ബോധ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. സാറിന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഫുഡ് തയ്യാറാക്കുന്നതിന്റെ ഇടയിൽ ലേറ്റ് ആയി പോയി എന്നാണ് പറയുന്നത് സാറിന്. പക്ഷെ അത് കാരണം ഇനിയും ഇപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ഇത് തീർന്നിട്ടില്ലെങ്കിൽ സാറ് പറയണ പോലെ എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം. അല്ല, ഞാൻ അവരോട് നേരിട്ട് പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ HR-നോട് പറഞ്ഞാണ്. മനസ്സിലായി. HR-നോട് പറയുന്നു, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇനി ഇവരുടെ അതിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും എടുത്തില്ല. കൂടുതൽ ഇനി എന്തായാലും ഇവര് പിരിച്ചുവിടുക എന്നുള്ളതാണ് എന്നെ ബാധിക്കുന്ന ഒരു സംഭവമേ അല്ല. കാരണം ഞാൻ ഇവിടെ പൈസ മുടക്കിയാണ് ഉറപ്പായിട്ടും. ഇനി എനിക്ക് എന്റെ സൈഡിൽ നിന്ന് ഇനി ഒരു വാക്ക് തരാൻ പറ്റുന്ന വെച്ചാൽ ഇനി ഇത് ആവർത്തിക്കില്ല. എനിക്ക് ആ വാക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് ഞാൻ HR-നോട് പറയുന്നു, അവരെ കൺവിൻസ് ചെയ്ത് ഞാൻ കൊടുത്ത ടിപ്പിൽ നിന്ന് 20 പോയിന്റ് തിരിച്ചു വാങ്ങിച്ചായിരുന്നു. തരാതിരിക്കുക അവരുടേത്. യു കൺവിൻസ്. നിങ്ങളുടെ ജോലിയാണ് എനിക്ക് 20 പോയിന്റ് തിരിച്ചു വാങ്ങിച്ചത്. നമുക്ക് അവിടെ ഗസ്റ്റിനോടല്ല, നമുക്ക് HR-നോടാണ് പറയാം. 20 പോയിന്റ് പോട്ടെ. നേരെ പ്രീതിപ്പെടുത്താൻ നോക്കിയിട്ടാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് ലേറ്റ്നെസ് ഉണ്ടായത്. അങ്ങനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ടല്ല. വായിന്ന് വീണൊരു ഇതെല്ലാം വായിന്ന് വീഴുന്നതൊക്കെ ഭയങ്കര മിസ്റ്റേക്ക് ആണോ? അല്ല, അപ്പൊ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. വായിന്ന് വീഴണത് പ്രവർത്തികളിലും മൊത്തം. അല്ല, നമ്മളത് കംപ്ലീറ്റ് ചെയ്തോട്ടെ സാർ. സമയം താമസിച്ചു. ഒരുപാട് ലേറ്റ് ആയിട്ടില്ല. മാക്സിമം പോയ ഒരു 5-10 മിനിറ്റ് അല്ലേ സാർ? സാറും കണ്ടതാണ്. ഞങ്ങള് മാക്സിമം ഞങ്ങൾ അദ്ദേഹത്തിനോട് എല്ലാ രീതിയിലും ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സാർ ഒരു 5-10 മിനിറ്റ്. എനിക്ക് നല്ല വിശപ്പ് ഒന്നുണ്ടായിരുന്നു. അപ്പൊ ആ പറഞ്ഞത് കറക്റ്റാണ്. ഭയങ്കര ലേറ്റ് ആയിരുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടി അടി ഉണ്ടാക്കാനാണെങ്കിൽ താല്പര്യപ്പെടുന്നത്. എല്ലാരെയും ഡിസ്റെസ്പെക്ട് ചെയ്യണേന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സോറി എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇനിയും പോയി നിങ്ങൾക്ക് വേണ്ടി കാല് പിടിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇനി കാല് പിടിക്കണം എന്നാണ് പറയുന്നത്. കാരണം ആ 20 പോയിന്റ് ഇനി തിരിച്ചു കൊടുത്തില്ല. മുഖം മറിച്ച് തന്നെ അങ്ങനെ പറഞ്ഞു. ഇത് തന്നേ പറ്റൂ. തരാതിരിക്കാം. സാർ പേടും. കാരണം HR ചോദിച്ചാലും കൊടുക്കൊന്നുമില്ല. പറ്റെന്ന് പറഞ്ഞാൽ പോലും ഒരു കൊടുക്കത്തില്ല. എന്ത് പറഞ്ഞു തരുന്ന ഞങ്ങൾക്കറിയാം. എന്ത് പറഞ്ഞു തരുന്നറിയാം. അതാ HR അറിഞ്ഞൂടല്ലോ. അത് HR പറയാം സാർ. അത് HR നിവർത്തികേട് വന്നത് പറയും. അമ്മയാണ് സത്യം. ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ ഒന്നും കൂടി ട്രൈ എന്നിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ആ പരിപാടി വേണ്ട. ശരി സാർ. അവര് പറയണം അവർക്ക് ഒന്നും കൂടി സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം എന്നാണ് അവര് വിളിച്ചോട്ടെ. താല്പര്യമില്ല. അത് ഒരു വേറെ സൊല്യൂഷൻ ഇല്ല. എനിക്ക് താല്പര്യമില്ല. ഇല്ല, ആ 20 പോയിന്റ് എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി. 20 പോയിന്റ് കിട്ടി. എനിക്ക് ആ ഡിസ്കഷനെ കുറിച്ച് താല്പര്യമില്ല. ഓക്കെ. നിർബന്ധമായും ഞാൻ തന്ന ടിപ്പിലെ 20 രൂപ തിരിച്ചു തരണമെന്ന് HR-നോട് അതിഥി പറഞ്ഞതായിട്ട് HR പറയുന്നു എന്ന് പറഞ്ഞ് അതിഥിയുടെ കയ്യിൽ നിന്ന് ഒരു ഉപ്പും മേടിച്ചിട്ട് ഒരു പേപ്പർ. അതും നിങ്ങൾ പറയണ പോലെ ഉപ്പൊന്നും മേടിച്ചിട്ട് പറയുമ്പോ ഞങ്ങളെ മുന്നിൽ നിന്ന് അതിഥി നിങ്ങളൊക്കെ പറയണ പോലെ ഗസ്റ്റ് പറയുമ്പോ ഒപ്പിട്ട് തരാൻ പറ്റും. ഞങ്ങളെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ. ഞങ്ങളെ മുന്നിൽ നിന്ന് അതിഥി പോയിട്ട് ഒപ്പിട്ട് മേടിച്ച് പണയൊന്നും വപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ നിർബന്ധമായിട്ട് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. കൺവിൻസ്ഡ് ആണെങ്കിൽ വാങ്ങിച്ചു തരണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഗസ്റ്റ് പറഞ്ഞിട്ട് പോയത് ഇതിനൊന്നും താല്പര്യമില്ല. സോറി കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ കാല് പിടിക്കാൻ പോകുമ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാല് പിടിക്കാൻ പോകണത് അതിനും താല്പര്യമില്ല. ഇപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തിന് നീയൊക്കെ കാല് പിടിക്കാൻ പറഞ്ഞെന്നാണ് ചോദിക്കണത്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത് ഞാൻ കാല് പിടിക്കണതിന് കുറച്ചല്ല അപ്സര ഇപ്പൊ സംസാരിച്ചത്.
രണ്ടാമത് ഇപ്പോഴും സംസാരിച്ചപ്പോ കേൾക്കുന്നതൊക്കെ തെറ്റാണ്. താല്പര്യമില്ല, പറയുന്നതല്ല സാർ അതില് താല്പര്യമില്ല എന്നാണ് പറയണത്. കേൾക്കാൻ താല്പര്യമില്ല. കേൾക്കാനല്ല, HR എന്റെ സ്വരമോ നിങ്ങളുടെ സ്വരമോ കേൾക്കാനേ താല്പര്യമില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആരായാലും അതാ ഞങ്ങള് അല്ല നിക്ക് നമുക്കൊന്നും അല്ലല്ല അവിടെ പിടി, അവിടെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കാം. ഒരു മിനിറ്റ്. അവിടെ ഇവിടെ കൊടുക്കണം, അവിടെ നിൽക്കില്ല, അവിടെ പിടി. വേണ്ട, നമ്മൾ ഇനി ഫുഡ് ഉണ്ടാക്കും, നമ്മൾ കൊടുക്കും. ഒരു കാര്യം പറഞ്ഞു ആ, ഒന്നും പറഞ്ഞാൽ ഒക്കൂല. ഇവിടെ സിമ്പതി മാത്രമേ നടക്കൂ. അല്ലല്ലോ നമ്മള് ബുദ്ധിയില്ലായ്മ കാണിക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ 30 പോയിന്റ് കയ്യിൽ നിൽക്കും അവസരം, 30 പോയിന്റ് കയ്യില് അങ്ങനെ ഇവിടുന്ന് ഒരു കാര്യം പറഞ്ഞു, വേണമെങ്കിൽ 30 പോയിന്റ് പറഞ്ഞിട്ട് അങ്ങനെ 30 ഇട്ട് പോയതാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. അടുത്തൊരു ടീമിലുള്ള പോയിന്റ് നമ്മൾ 25 പോയിന്റ് ഇരിക്കില്ലേ, നമുക്കിത് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ലൊന്നുമില്ല. വേറെ ടീമിന് കൊടുത്തൂടെ? എന്തായാലും 25 കിട്ടുന്നെങ്കിൽ അടുത്ത ടീമിന് കൊടുക്കും. എന്ത് കുഴപ്പം? ഒരു ടീമിന് കൊടുക്കൂല, അത് കൊടുക്കൂല, ഞാൻ സമ്മതിക്കൂല. ഇത്രയും കഷ്ടപ്പെട്ട് അവര് പറയുന്നത് പോലും കയ്യിൽ വെക്കാം. കയ്യിലേക്ക് അതാ പറയണേ. ഒരു കാര്യം സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ എന്നെ നോമിനേഷൻ. കയ്യിൽ വെക്കാം, കയ്യിൽ വെക്കാം. 59-ാം ദിവസം വൈകിട്ട് 4:45. സാർ ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. പറയട്ടെ? ഞങ്ങൾ പോയിന്റുകൾ തിരിച്ചു നൽകുന്നില്ല, പക്ഷെ ഞങ്ങൾ കൃത്യമായി ഡ്യൂട്ടീസ് ചെയ്യും. അതൊരുമാതിരി നമ്മളെ അനുസരിക്കാതെ അല്ലല്ല, അങ്ങനെയല്ല. അല്ല, നമ്മള് കൃത്യമായ ഡ്യൂട്ടീസ് ചെയ്യും. നമ്മള് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് കയറ്റി വിട്ട ആളാണ് നിങ്ങൾ. അപ്പൊ ഞങ്ങൾ ഈ ഗസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോ അവര് പറയണ കാര്യങ്ങൾ ഞങ്ങളൊന്നും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. ശമ്പളം തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങള് ഡിസ്റെസ്പെക്ട് ചെയ്ത് ശമ്പളം തരാൻ താല്പര്യമില്ല. പിന്നെ എന്ത് താങ്കാണ് ഇവിടെ ടിപ്പിന് വേണ്ടി മാത്രോ? ടിപ്പിനെ ഞങ്ങൾക്ക് പറ്റുന്ന സ്പീഡിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സാർ. ഇല്ല കൂടുതൽ സ്പീഡിലൊന്നും നമുക്ക് പറ്റില്ല. ഉച്ചയ്ക്കാണ് നമുക്ക് തന്നത്. ഉച്ചയ്ക്കുള്ള ഇതിൽ നമുക്ക് എത്ര മാക്സിമം ഒരു മിനിറ്റ് പോലും ഞങ്ങളുടെ ടീം അവിടെ ഇവിടെ പോയി ഇരുന്നിട്ടില്ല. നമുക്ക് എത്ര സ്പീഡ് ചെയ്യാൻ പറ്റുമോ അത്ര സ്പീഡിൽ തന്നെയാണ്. ഒരു ഇതല്ല നമ്മള് പല ഇതാ നമുക്ക് തരാൻ പറ്റത്തില്ല സാർ. ഞങ്ങൾ കഷ്ടപ്പെട്ട് കിട്ടിയത് ഞങ്ങൾ റിട്ടേൺ തരാൻ പറ്റും. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, സാറ് കണ്ടതാണ് നമ്മൾ ഉച്ചയ്ക്കാണ് ഡ്യൂട്ടിക്ക് കയറിയത്. ഉച്ചയ്ക്കാണ് ഡ്യൂട്ടിക്ക്. ഞാൻ പറയാനുള്ളത് ഒരുപാട് താന്നു. ചിരിച്ചോണ്ട് എന്റെ തലയിലാണ് ചവിട്ടുന്നത്. സാധനമാണ് കാണിക്കുന്നത് നിന്റെ സ്വഭാവം, നിന്റെ ഒക്കെ സ്വഭാവം. ഞാൻ എത്ര താന്ന് സംസാരിക്കണത്? ചിരിച്ചോണ്ട് മനുഷ്യനെ കഴുത്തറക്കാൻ നോക്കണ. സോറി സാർ. പിന്നെ നീ എന്തോ ചെയ്യും? മൂക്കി വലിച്ച് നീ ചെയ്യണ്ടെങ്കിൽ ചെയ്തല്ലേ നടക്കണത്. സോറി സാർ. നീക്ക് എന്തോ ചെയ്യും? ഞാൻ താന്നാണ് സംസാരിച്ചത്. ഞങ്ങൾ പിന്നെ ഇട്ട് വലിച്ച് നീട്ടണോണ്ടാണ് എനിക്ക് പൊളിയണത്. ഞങ്ങൾ അത്രയും ഞാൻ HR ഒക്കെയാണ്. ഞാൻ രാജിവെച്ചിട്ട് എന്നെ പഠിക്കാൻ പോകും. പിന്നെ രാജിവെച്ചോടെ പോവാൻ ഞങ്ങൾ കറക്റ്റ് വർക്ക് രാജിവെച്ച് പോകണം വേണ്ട. HR-ഓടല്ലേ പറയുള്ളൂ. പിന്നെ HR-നെ നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ അവര് ചിരിച്ചോണ്ട് ഞങ്ങള് ശരണ്യ നന്ദന ഞങ്ങളെ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പല വഴിയുണ്ട്. ഞങ്ങളെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ ആണെന്ന് തോന്നൂലേ? കാണൂല്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഒരു ലിമിറ്റ് ഞാൻ താഴും. അതിന്റെ അപ്പുറത്ത് എനിക്ക് പറ്റത്തില്ല. നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് അയാളുടെ പൈസ എന്ന് പറയും. അത് കൊടുക്കാതിരിക്കാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ താല്പര്യം ഞങ്ങൾ ഇങ്ങനെ വേണ്ട. ഞങ്ങൾക്ക് ശമ്പളം ചോദിക്കുന്നത് ഫ്രീ വർക്ക് നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അത് നിങ്ങളെ കയ്യിൽ വെക്കണമെങ്കിൽ നിങ്ങളെ കയ്യിൽ വെക്കാം, കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങളെ ചോയ്സ് ആണ്. അത് കൊടുക്കുന്നതും കൊടുക്കാത്തതും അല്ല, കൊടുക്കുന്നതും കൊടുക്കാത്തതും നിങ്ങളെ ഇഷ്ടം. കൊടുക്കുന്നതും കൊടുക്കാത്തതും നിങ്ങളെ ഇഷ്ടം. ഒന്നും ഇത് വരുന്നില്ലല്ലോ. പിന്നെയാണ് ഞങ്ങളെ റെസ്പെക്ട് കൊടുക്കുന്നതും കൊടുക്കാത്തതും നിങ്ങളെ ഇഷ്ടം. ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ഇത് ഇത്ര ബഹളായതുകൊണ്ട് മാത്രമാണ് ഓണേഴ്സ് ഇപ്പൊ ഇടപെടുന്നത്.
വരുന്നത് നിങ്ങൾക്ക് കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ ഇല്ലേ? ഇല്ല, നിങ്ങൾ കൊടുക്കുന്നില്ല. ഓക്കെ, ഇവര് പറഞ്ഞു ഇവര് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പിടിച്ചു വലിച്ച് ഇതാക്കാൻ പറ്റില്ല. കാരണം ഇവര് കൊടുക്കുന്നതും കൊടുക്കാത്തതും ചോയ്സ് ആണ് ഗസ്റ്റ് പറഞ്ഞ കാര്യം അതാണ്. എല്ലാവർക്കും കൂടി നിങ്ങളുടെ ജോലി തിരിച്ചു പോയിക്കാൻ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. 59-ാം ദിവസം വൈകിട്ട് 5:10. എന്താ നേരത്തെ 20 കോയിന്റെ കാര്യം, അത് നിർബന്ധം, അത് തന്ന സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു സാർ നേരത്തെ. പക്ഷെ അത് നിർബന്ധമായിട്ടും ഞാൻ നിർബന്ധമായെന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് തന്നെ അവര് കൺവിൻസ്ഡ് ആകുകയാണെങ്കിൽ ഇഫ് യു ക്യാൻ കൺവിൻസ്, അതായത് നിങ്ങൾ അവരുടെ മാനേജറാണ്, നിങ്ങളുടെ മാനേജറിയൽ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ വിഷയത്തിന് നിങ്ങൾക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സെറ്റിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിത്തരാനാണ് പറയുന്നത്. കറക്റ്റായിട്ട് മനസ്സിലായി. വേറെ വല്ല സൊല്യൂഷൻ ഉണ്ട്? മറ്റേ തോറ്റ തോറ്റില്ലേ? ഓപ്ഷൻ ഞാനില്ല, അതുണ്ട്, സൈഡിലുണ്ട്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആക്കി വെക്കാൻ പറ്റുമോ? കാരണം അവരെ നമ്മൾ എത്ര ഇട്ടതാലും അവര് മെഴുകിക്കൊണ്ടിരിക്കുക സാർ. അപ്പൊ അവര് മെഴുകാൻ മിടുക്കന്മാരാ. ഞാൻ അവരുടെ അത്ര മെഴുകാറില്ല. അല്ല സാർ, വേറെ എന്തെങ്കിലും ഓപ്ഷനും കൂടിയാണ് ഞാൻ കൺസിഡർ ചെയ്തത്. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ഇനി. അപ്പൊ അതില് സക്സസ്ഫുൾ ആകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോട്ടെന്ന് വെക്കാം. ഇപ്പൊ നമുക്ക് പൈസ പോക്കറ്റ് അടിച്ചു പോകാറുണ്ട്, മിസ്സായി പോകാറുണ്ട്. ഞാൻ അത്രയായിട്ട് കരുതത്. കേട്ടല്ലോ ഓണർമാര്, താങ്ക് യു സാർ. ഇപ്പൊ ഞാൻ പോയി സംസാരിച്ചു, അവര് പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഇപ്പൊ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പൊ കോയിൻ അങ്ങ് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കള്ളന്മാര് കട്ടുകൊണ്ട് പോയതിനും തുല്യമാണെന്ന് ഓൾറെഡി സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ അത് എന്റെ ഔട്ട് ഓഫ് ഹാൻഡ് ആണ്. ഈ കട്ടുകൊണ്ട് പോവാന്നുള്ളതിന് നിങ്ങൾക്ക് മുദ്ര കുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കെ ഇത് ഇനി HR-ന്റെ കയ്യിലല്ല, ഇനി ഓണേഴ്സിന്റെ കയ്യിലാണ്. കാരണം നിങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്തിരുന്നത് ഓണേഴ്സാണ്. ഇങ്ങനെയുള്ള കള്ളന്മാരാണ് ഇവിടെ പിടിച്ച് കിച്ചണിൽ ഇരുത്തിയിരിക്കണമെന്ന് ഇനി ഓണറിന്റെ അടുത്ത് പോയി പറയും. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ശരി, കുഴപ്പമില്ല, ജനങ്ങൾ കാണുന്നുണ്ട് സാർ. HR-ന്റെ സൈഡിൽ നിന്നുള്ള സംഭവമാണ് ഇത്. എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. കാരണം നിങ്ങളാണ് ഇവരൊക്കെ സെലക്ട് ചെയ്ത് ഇട്ട് കിച്ചണിലിട്ടിരിക്കും. ഇപ്പൊ ഞാൻ ഒന്നും കൂടി പോയി ഗസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു, അപ്പൊ ഈ 20 കോയിൻ അല്ലാതെ ഇതിനൊരു വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ വേറെ ഒരു സൊല്യൂഷൻ ഇല്ല. 20 കോയിൻ എന്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു. ഇനി നമ്മളടുത്ത് പവറും എന്ന് പറയാണ്, നിങ്ങൾ പിടിച്ചു വിടുന്നില്ല, പണിഷ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഊരി കൊടുത്തിട്ട് പറയും പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ താല്പര്യമില്ല, ഞങ്ങൾ സ്വയമേവ രാജിവെക്കുന്നു. കാരണം ഞങ്ങളെ മേത്ത് കള്ളൻ എന്ന കുറ്റം ഞങ്ങളെ മേത്ത് ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. കള്ളന്മാരായിട്ട് ഞങ്ങൾക്ക് തൊഴിൽ തുടരേണ്ട കാര്യമുണ്ടെന്ന് സ്വയം രാജിവെച്ചു. ഞങ്ങളെടുത്ത പണിക്ക് ഞങ്ങൾ കൂലിയാണ്, അത് തിരിച്ചു വരുമ്പോ തരാൻ മനസ്സിലായിരുന്നു. അപ്പൊ ഇതിപ്പോ ഇനി എന്റെ കയ്യിലല്ല, ഇനി നിങ്ങൾ ഓണർമാരൊരു തീരുമാനം എടുക്കുക, എന്നിട്ട് എന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. HR-നോട് പറയാം, HR-ന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ. വൈകിട്ട് 5:15. അവനായിട്ടത് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അവൻ വന്നിപ്പോ ഇങ്ങനെ പറയില്ലായിരുന്നു. അവനായിട്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എനിക്കപ്പോ ഞാൻ അവന്റെ തൊട്ടടുത്തുണ്ട്. എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞ കാര്യം എനിക്ക് ഒറ്റയടിക്ക് പറയാമായിരുന്നു. എനിക്കറിയാം അത് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടില്ല എന്ന്. അവനായിട്ട് അത്ര എഫേർട്ട് ഉണ്ടായിരുന്നു. പ്രശ്നമല്ല, റിഷൻ എന്നോട് പറഞ്ഞു. അത് അവൻ പറയും, പക്ഷെ അവൻ ഇപ്പൊ വന്ന് പറഞ്ഞത് എന്താ? അത് പിന്നെയും വേറൊരു കാര്യം. പിന്നെ അവൻ സ്വയം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും ഇറിറ്റേഷൻ അവസാനിക്കൂല. അത് നീ എങ്ങനെ തീരുമാനിക്കാം? കണ്ടാ മനസ്സിലാവൂലേ? ഇതാണ് വേണ്ടത്, ഈ സാധനമാണ് പുറത്തുള്ള ആൾക്ക് വേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ ഓണർ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അവിടെ കണ്ട സാധനം അവൻ അത് കൊടുക്കാതെ അവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് അവന്റെ ദേഷ്യം പിടിപ്പിക്കുന്ന കൂടി അവന്റെ ബ്രേക്ക് ഡൗൺ പോയിന്റ് കാണണമെന്നാണോ? അതായിരുന്നു നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത കാര്യം. ഞാൻ പറയട്ടെ നോറ, നീ ഒരുപാട് ഡയലോഗ് എന്റെ അടുത്ത് അടിക്കല്ലേ. ഞാൻ ഡയലോഗ് അടിക്കല്ല അൻസിബ, നോറല്ല, അവർക്ക് മനസ്സിലായിക്കോട്ടെ. ഒരു മിനിറ്റ് കളിച്ചു. ഞാൻ അതിബുദ്ധി കളിക്കല്ല, ഞാൻ നിങ്ങളടുത്ത് കളിക്കുമല്ല. സൊല്യൂഷൻ സംസാരിക്കാം, പക്ഷെ ഇങ്ങനെ സംസാരിക്കാൻ മാത്രം ഇപ്പൊ എന്താന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ചെയ്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് ക്വസ്റ്റ്യനായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. സംസാരിച്ചോ? എന്താണ് എക്സാക്ട് ആയിട്ടുള്ള നീഡ് എന്നുള്ളത്? ആ വെറുതെ എന്ത് ചെയ്തിട്ടും ഒന്ന് സോറി സാർ അങ്ങോട്ട് പോയി സോറി സാർ അങ്ങനെ സോറി ബേബീസ് ആണ് എല്ലാം. ഇവർക്ക് ഇതിന്റെ റിയാലിറ്റി ഒന്നും ഫേസ് ചെയ്യാൻ വയ്യ. കാരണം സോറി പറഞ്ഞ അത് എല്ലാരും കേൾക്കണമെന്നാണ് ഇങ്ങനെ അന്ന് പറഞ്ഞു വെച്ചേക്കാണ്. സോറി പറഞ്ഞവനോട് പിന്നൊന്നും പറഞ്ഞു അല്ലല്ല, സോറിക്ക് അതിനൊരു ഒരു വിലയുണ്ട്, മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ ടിപ്പിൽ നിന്ന് 20 തിരിച്ചു തരണം. പക്ഷെ അത്
അവരെ നിങ്ങൾ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ കൺവിൻസ് ചെയ്ത് വാങ്ങിച്ചാൽ എനിക്ക് തിരി കൊണ്ടുതരണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അത് പോയിന്നങ്ങ് വിചാരിക്കും. അപ്പൊ വന്ന് പറഞ്ഞില്ല, അവര് ഇദ്ദേഹം വിചാരിച്ചിട്ട് അവർ കൊടുക്കുന്നില്ല, പുള്ളിയുടെ സ്റ്റാഫ്സ് അത് തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അങ്ങനെ വേറെ ഓപ്ഷൻ ഒന്നും എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ എത്ര പൈസ, ഞാൻ നല്ല പൈസ ഉള്ളതാണ്, ഇഷ്ടം പോലെ പൈസ റൂമിൽ ഇരിപ്പുണ്ട്. അതിന്റെ വളരെ തുച്ഛമായ ഒരു പാർട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇനി ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ ഇന്ന് പോക്കറ്റ് അടിച്ച് പൈസ പോവാറുണ്ട്, മോഷണം പോവാറുണ്ട്, കളഞ്ഞു പോവാറുണ്ട്. ഇതിലേതെങ്കിലും ഒന്നായിട്ട് ഞാനങ്ങ് വിചാരിച്ചോളാം, വിട്ടേരെ എന്ന് പറഞ്ഞു. മനസ്സിലാവും. ഇതാണ് അത്രേ ഉള്ളൂ. കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു തീരുമാനം പെട്ടെന്ന് എടുക്കുക. ഞാൻ സാറ് പറഞ്ഞു ഇതന്നെ പറഞ്ഞത് ഈ രീതി തന്നെ പറഞ്ഞു. താങ്ക് യു സർ. ഇദ്ദേഹത്തോടുള്ള സഹതാപത്തിന്റെ പുറത്ത് ഞാൻ കളഞ്ഞാണ്. എനിക്കിത് വാങ്ങിച്ചെടുക്കാൻ അറിയാത്തോണ്ടല്ല. വൈകിട്ട് 5:30. ഇപ്പൊ അവര് പറയണേ ഞങ്ങക്ക് ജോലി വേണ്ട, ഞങ്ങള് വിട്ടിട്ട് പോവാണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. പോട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാലോ. കിച്ചൺ ഡ്യൂട്ടി നമ്മൾ കേറിട്ട് നമ്മളൊന്ന് ചെയ്യും. നമ്മള് ചെയ്യും. Honestly ചെയ്യും. ഇവിടെ ചൊറിയും കുത്തിക്കും തരും. നമുക്ക് അവിടെ പോയി പണിയെടുത്താൽ മതി. പണിയെടുക്കാൻ നമുക്ക് കണ്ടന്റ് പോയി പ്രത്യേകിച്ച് കുത്തിയിരിക്കുന്നു. നമ്മൾ കിട്ടില്ല സാധനങ്ങളുണ്ട്. അത് മാത്രല്ല, ഓണേഴ്സ് എല്ലാ മേഖലയും അറിഞ്ഞിട്ട് വേണം ഒരു ജോലിയിൽ കയറാൻ. ഈ ഡിസ്കഷൻ ഓൾറെഡി കഴിഞ്ഞു. ഉള്ളൂ. എന്നാ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. കോൺഫിഡൻസോടെ പോകും. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടത്തെ എല്ലാ പണിയും ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ. വൈകിട്ട് 5:35. അപ്പോൾ HR ഭാഗത്ത് നിന്നുണ്ടായ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഗസ്റ്റ് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ ഗസ്റ്റ് ആ ഒരു കാര്യത്തിൽ ഇപ്പൊ HR കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട് വേർഡ് എന്താന്നുള്ളത് ഒരു അതായത് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ രീതിയിൽ ഞാനത് കണ്ടോളാം എന്നുള്ള രീതിയിൽ കള്ളന്മാര് കട്ട രീതിയിൽ കണ്ടോളാം, അതുകൊണ്ട് നിങ്ങൾ കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് HR-നെതിരെ കംപ്ലൈന്റ് ഇല്ല. ഞങ്ങൾക്ക് തന്ന കംപ്ലൈന്റിനെതിരെ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇപ്പൊ പറ്റുള്ളൂ. അതുകൊണ്ട് കംപ്ലൈന്റ് ഇപ്പൊ ഉള്ളത് അവിടെയാണ്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കലാണ്. അതിനാണ് ഇപ്പം കൂടിയിട്ടുള്ളത്. നമ്മുടെ ഹോട്ടലിൽ വെച്ചിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ അത് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 4 ഓണേഴ്സിനെ ബാധിക്കുന്ന ഒരു കേസാണിത്. ഓക്കെ, ഉറപ്പായിട്ടും. അപ്പം ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് ഞങ്ങൾ 4 പേരാണ്. അല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗസ്റ്റ് പല രീതിയിലായിരിക്കും നമ്മുടെ ഹോട്ടലിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഇപ്പൊ പറഞ്ഞു നടക്കാൻ മതി. അപ്പൊ ഞങ്ങളിപ്പോ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ആ 20 കോയിൻസ് തിരിച്ചു തരാം, അല്ലാത്ത പക്ഷം നിങ്ങൾ നിന്ന് 2 പേരെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെ ഈ ഒരു പ്രോബ്ലം തുടങ്ങിയത് മുതൽ ഗസ്റ്റിനായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോയി. പക്ഷെ HR-മായി മാത്രമേ ഗസ്റ്റ് സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ HR-നോട് ഗസ്റ്റ് സംസാരിക്കുന്നതാണ് ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ ചെയ്ത ജോലിക്ക് ഞങ്ങൾക്ക് സാലറി പ്ലസ് ടിപ്പ്, ഞങ്ങളെ ഓണേഴ്സ് നിങ്ങൾ ടിപ്പ് വാങ്ങാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ടിപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ടിപ്പ് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ കോളാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു വസ്തു ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കണ്ട എന്നാണെങ്കിൽ ഞങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പറയാം. ഞങ്ങളത് ക്ലിയർ ആയിട്ട് HR-നോട് പറഞ്ഞു. കട്ട മുതൽ എന്നുള്ള പോലെ ഗസ്റ്റ് പറഞ്ഞു അത് പോട്ടെ എന്ന്. അപ്പൊ നിങ്ങൾ കള്ളന്മാരെ പോലെയാണ് എന്നാണ് HR ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ മാനാഭിമാനമുള്ള പണിക്കാരാണ് മാഡം. സാർ, ഞങ്ങൾക്ക് വളരെയധികം മാനാഭിമാനമുണ്ട്. ഞങ്ങൾക്കൊരു കല്ലിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയോ, ഞങ്ങൾ എന്ന് പറയുന്നില്ല, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതിനോടൊന്നും ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഇവരെ റെപ്രസെന്റ് ചെയ്ത് പറയുന്നു, ഒരു കല്ലിന് വേണ്ടിയോ ഒരു ഗസ്റ്റിന് വേണ്ടിയോ കള്ളൻ എന്ന് പറഞ്ഞ വാക്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, HR ഉപയോഗിച്ച വാക്ക് ഞങ്ങൾക്ക് വളരെ ഹേർട്ടായിട്ടുണ്ട്. പക്ഷെ HR-നെതിരെ ഞങ്ങൾ കംപ്ലൈന്റ് തരുന്നില്ല. നാളെ ഈ ഒരു അവസ്ഥ ഈ BB ഹോട്ടലിനകത്ത് വേറൊരു വർക്കേഴ്സിനും വരാതിരിക്കട്ടെ. ഈ BB ഹോട്ടൽ നടന്നു പോകുന്നിടത്തോളം കാലം ഈ കള്ളൻ എന്ന് വിളി കേട്ട് ഈ വീട്ടിൽ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സാർ, മാഡം, ഞാൻ രാജിവെക്കുന്നു. ഞങ്ങൾ രാജിവെക്കുന്നു. കള്ളം വെച്ചിട്ട് ജോലി ചെയ്യുന്ന കേട്ട് നല്ലത് അല്ല അത്. ഞങ്ങൾക്ക് അർഹതയുള്ള ഞങ്ങൾ ചെയ്ത ജോലിക്ക് ഞങ്ങൾക്ക് കിട്ടിയതാ. വൈകിട്ട് 5:45. ഞങ്ങൾ 4 പേര് കൂടി എടുത്ത തീരുമാനം എന്താ വെച്ചാല് ഞങ്ങൾ കുറച്ച് തൊഴിലാളികൾ പോയി വെച്ചിട്ട് ഈ ഹോട്ടൽ പൂട്ടാനുള്ള പ്ലാൻ അല്ല. ഒരിക്കലുമില്ല. എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആളുകളാണ് ഞങ്ങൾ ഈ ഹോട്ടൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആര് പോയാലും ആര് വന്നാലും എല്ലാ ജോലിയും ചെയ്യാൻ കെൽപ്പുള്ള ആളുകളാണ് ഇവിടെ ഉണ്ട്. ഞങ്ങളിപ്പോ ഇതിന്റെ ഓണേഴ്സ് ആയിട്ട് പോലും ഞങ്ങൾ ഇനി തൊഴിലാളികളായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ട് പലർക്കും മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ
ചെയ്തത്. അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അപ്പൊ HR-ന്റെ സഹകരണം കൂടി ഉറപ്പായിട്ടുണ്ടോ ഒരു താങ്ക് യു. വൈകിട്ട് 6:40. എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനമുണ്ട് വേറെ. നമ്മളിപ്പോ ആർക്കെങ്കിലും ഒരു ടാസ്ക് കൊടുത്തെന്നിരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് നല്ലപോലെ പെർഫോം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പവർ ടീം വന്നിട്ട് പവർ ടീം ഓണേഴ്സ് ഇവര് വന്ന് ഇന്റർഫിയർ ചെയ്തിട്ട് ആ ഫ്ലോയെ കൊളവാക്കും. മനസ്സിലായോ? അപ്പൊ ഒരു ചേഞ്ചിന് പവർ ടീമിന് വർക്ക് കിട്ടിയിട്ടുണ്ട്, പണി കിട്ടിയിട്ടുണ്ട്. അത് പണി കിട്ടിയിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ ഇന്ന് ഒരു സാധനം എടുത്തിട്ട് കൊടുത്തു. അതീ പിടിച്ചു തുടങ്ങിയ അടിയാണ് ഇപ്പൊ ഇതിലെത്തിയത്. ഏതടി? ഞാൻ റിസൈൻ ചെയ്തോ? റിസൈൻ ചെയ്തതിലെത്തിയത്. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പൊ ഏകദേശം ക്ലിയർ ആയി കിടപ്പുണ്ട്. ജിൻഡോയും ജാസ്മിനും കൂട്ടുകാരാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രയത്നിക്കുക. കാരണം അവര് രണ്ടോടെ ചേർന്ന് പിന്നെ നിങ്ങൾ ആരും ഇതിനകത്ത് കാണത്തില്ല. ഒറ്റ രസമൊരു ചൊറിയെന്നറിയാമോ? അവസാനൊക്കെ നമ്മള് ചിരിച്ചു ആ കൊച്ചിന്ന് കാണിക്കുന്നത്. ജിൻഡോയും കൊള്ളാം, അതും കൊള്ളാം. ഈ ബാക്കി പാർട്ടിമുള്ള ഒറ്റ ഒരെണ്ണം അനങ്ങുന്നില്ലെന്നേ. ഞാൻ എന്തെല്ലാം പറഞ്ഞു നോക്കി. പിന്നെ വേണമെന്ന് ചോദിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ബാഗും നിങ്ങൾ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് അവിടെ ഇരിക്കും. ക്യാപ്റ്റൻ ഓഫ് ദ ഹൗസ് അല്ലേ? നിങ്ങൾ ക്യാപ്റ്റനാണ്. അപ്പോ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കേണ്ടത് ഒരു ചോദ്യം. എനിക്ക് പവർ റൂമിൽ പോണം. യു ഹാവ് ടു മേക്ക് ദാറ്റ് ഡിസിഷൻ ആസ് എ ക്യാപ്റ്റൻ. ബിഗ് ബോസ് പറഞ്ഞായിരുന്നു പവർ റൂമിനകത്ത് ഇല്ല, അതിനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞിട്ടില്ല. എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ടോ? അങ്ങനത്തെ റൂൾ ഈ ടാസ്കില് മൊത്തത്തിലില്ല. ടാസ്ക് വായിച്ച അതിനകത്ത് ഉണ്ട്. അത് ആദ്യം തുടങ്ങിയ ദിവസമായിരുന്നു. BB ഹോട്ടലിൽ അങ്ങനത്തെ ഒരു റൂൾ ഇല്ല. നിങ്ങൾ ഈ വീട്ടിലത്തെ ക്യാപ്റ്റൻ ആണ്. ഓക്കെ, ക്യാപ്റ്റൻ ആയിട്ട് അടുത്ത ആഴ്ച നിക്കണമെങ്കിൽ എനിക്ക് പവർ റൂമിൽ കേറണം. താമസിക്കണം എന്നല്ല പറഞ്ഞത്. എനിക്ക് അവിടെ കേറണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് നാളെ ഇത് കഴിഞ്ഞതിന് മുമ്പേ ഇതൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടേ. അതെ, അതാണ്. അല്ല, അതൊക്കെ നമുക്ക് ഹോട്ടൽ ഗെയിമിന്റെ റൂൾസിൽ അങ്ങനെ ഇല്ലായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. അല്ല, ബിഗ് ബോസ് ഹോട്ടലിൽ പറഞ്ഞിട്ടില്ല. ബിഗ് ഹോട്ടലിന്റെ ഇത് ഭാഗമായിട്ടാണ് പവർ റൂം ഒഴിച്ച് ബാക്കിയുള്ള 3 റൂം ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മള് താമസിക്കും. കയറി കാണാൻ പാടില്ല എന്ന് എഴുതിയിട്ടില്ല. ഓക്കെ, അത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾ ആരോടെങ്കിലും അത് ചോദിച്ചാൽ എന്റെ തീരുമാനം. അത് നിങ്ങൾ ആസ് എ ക്യാപ്റ്റൻ ആണ് നിങ്ങൾ തീരുമാനം. ഞാനിപ്പോ ക്യാപ്റ്റൻ അല്ല, ഞാൻ HR ആണ് ഇപ്പോഴത്തെ. നിങ്ങളാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഹൗസ്. ഓക്കെ, ആസ് എൻ HR നിങ്ങൾ തീരുമാനിക്കുക. പ്ലീസ് ഇരിക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 മിനിറ്റ് കണ്ണ് അടച്ചിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം. HR-ന് തീരുമാനിക്കാം. HR-ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓണേഴ്സ് എന്നെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ കാര്യമല്ലേ, നമ്മുടെ വിഷയമല്ലല്ലോ. വൈകിട്ട് 6:45. കാരണം അവർക്ക് താമസിക്കണ്ട, അവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് വാഷ്റൂമിൽ പോകണം. അവർക്ക് വാഷ്റൂമിൽ റൂമില് കുഴപ്പമില്ല. അവർക്ക് കേറാൻ പാടില്ല എന്നുള്ള നിയമാലയത്തിലുണ്ടാവും. ഈ ഹോട്ടൽ, ഇതിപ്പോ ഹോട്ടലാണ്. ആ നിയമപുസ്തകത്തിൽ അതുണ്ടാവില്ല. പക്ഷെ ഇത് ഹോട്ടലാണ്. ഹോട്ടലില്ലാത്ത ആളുകൾ ഞാൻ പറഞ്ഞത് നിയമാവലി ഉണ്ടോ ഇല്ലെന്നല്ല. ഇത് ഹോട്ടലാണ്, ബിഗ് ബോസ് ഹോട്ടൽ. ഹോട്ടലിലെ സ്റ്റാഫിനോ അല്ലെങ്കിൽ പേ ചെയ്ത് താമസിക്കുന്ന ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ ഓണറിനും അവര് പേ ചെയ്തിട്ടുള്ള ഇതല്ല. അവര് ഗസ്റ്റ് അല്ല, അവര് സ്റ്റാഫും അല്ല. പിന്നെ എന്തും പറഞ്ഞിട്ട് അഗതികളെ നിർത്താനുള്ള സ്ഥലമല്ല. നിർത്താനല്ല, അവര് പറഞ്ഞു വാഷ്റൂം യൂസ് ചെയ്തോട്ടെ. ഇല്ല, വിസിറ്റ് ചെയ്യാൻ ചുമ്മാ കേറി കാണാൻ പറ്റുമല്ലോ. ഇത് മറ്റേ അക്വേറിയം അല്ല, അല്ലെങ്കിൽ ആർട്ട് ഗാലറി അല്ല. അല്ല, അപ്പൊ അവരെന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഒരിക്കലും ഇല്ല. HR ഞാൻ പറഞ്ഞു ഓണറിന്റെ അടുത്ത് പറഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. ബിഗ് ബോസ് പറഞ്ഞാൽ അത് പറ്റും. അത്ര 59-ാം ദിവസം അർദ്ധരാത്രി 12:35. നമുക്ക് പോകുമ്പോണ്ടല്ലോ അവരുടെ ദേഹം മുറിയുമ്പോ വരുന്നത് ചോരയാ.
നമ്മുടെയൊക്കെ വെള്ളവാ. ഇവക്ക് മാത്രം സെൽഫ് റെസ്പെക്ട്, പെണ്ണെന്ന വാല്യൂ, ഇവക്ക് അങ്ങ് മലമറിച്ച്. അതെ ഞാൻ ഇന്നലെ വരെ ഉണ്ടായ സങ്കടമല്ല ഇന്ന് എനിക്ക് തോന്നിയത്. കാരണം ഏറ്റവും നമുക്ക് അറപ്പുള്ള വ്യക്തികളോട് നമ്മൾ കാണിക്കൂലേ, നമുക്ക് ഒരു അവജ്ഞ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട വ്യക്തി വരുമ്പോ നമുക്ക് തോന്നുന്ന ഒരു ഇതായിരുന്നു ആ കുട്ടിയുടെ മുഖത്ത്. പക്ഷെ ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഇപ്പോഴും അല്ല അപ്സര മാറുന്നവരെ എന്നെ പിടിച്ചങ്ങ് തള്ളുകയാണ് ജാസ്മിൻ ചേച്ചി. അത് അവരുടെ ഇത് ഇങ്ങനെ മാറ് എന്ന് കാണിക്കുന്ന അവരുടെ മനസ്സിലെ എന്നാണ് എനിക്ക് അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് കൊണ്ടു ഞാനിവിടെ അങ്ങനെ കൊറേ കാര്യങ്ങൾ വിട്ട് അൻസിബയുടെ ആണെങ്കിലും നോറയുടെ ആണെങ്കിലും ഇവരുടെ ആരുടെ ആണെങ്കിലും ഇവരുടെ ഈ സാധനങ്ങളൊന്നും അല്ല ഞാൻ എടുക്കുന്നത്. ഇതൊരു ഗെയിമാണെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യണമെന്ന് അറിയാം, ഒക്കെ ശരിയാണ്. പക്ഷേ ജാസ്മിൻ എത്ര ഒന്നും പറഞ്ഞാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും മനുഷ്യന്മാരാ. ഒരാൾ പറയണത് നമുക്ക് സഹിക്കാം, പക്ഷെ ഒരു പരിധിയുണ്ട്. ഞാൻ മെണിഞ്ഞാന്ന് മുതൽ എനിക്ക് ഒന്നാമത് ഇപ്പൊ എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ അതായതുകൊണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ പണി എനിക്ക് ചില സമയത്ത് കൺട്രോൾ വിട്ടുപോകും. അപ്പൊ എനിക്ക് സങ്കടം വരുമ്പോ ഞാൻ പറയും ഇപ്പോഴത്തെ ഇതിന്റെ കുഴപ്പമാണ്, ഇപ്പോഴത്തെ എന്റെ ഈ ഒരു സാഹചര്യത്തിന്റെ കുഴപ്പമാണ്, കരയരുത്, ദേഷ്യം വരരുത്. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാം.